കഴിഞ്ഞ ദിവസം കൊണ്ടുവിട്ടതിലും വേഗത്തിൽ കൊച്ചിഞ്ഞ് വന്നു കേട്ടോ. പോയ എക്സാം കഴിഞ്ഞ് സംക്രാന്തിയുടെ ലീവിന് പോന്നതാണേ. അങ്ങനെ ഇന്നലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ അരൂക്കും അങ്ങ് പോയേ. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ബസ് ഇറങ്ങിയതും ചേച്ചിയും ചേട്ടനും ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചപ്പോഴത്തേന് കസിൻസ് നാട്ടിലുള്ളവരെല്ലാവരും വന്നു കേട്ടോ. ഇത് ചേച്ചിയുടെ കുഞ്ഞിന് ഒരു 12 ദിവസം പ്രായമായപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പൊ ദേ അവർക്ക് 2.25 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ജനറേഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് വാത്സല്യവും സ്നേഹവും ലാളനും ഒക്കെ കുറച്ച് കൂടുതലാണ് എല്ലാവർക്കും. അങ്ങനെ സന്ധ്യയായപ്പോൾ വല്യുപ്പയും വല്യുമ്മയും കൂടെ ഒന്ന് ടൗണിൽ വരെ പോകാൻ ഇറങ്ങുവാണ്. തിരിച്ചു വന്ന് ചോറെല്ലാം കഴിച്ച് കിടക്കാറായപ്പോഴാണ് ഇവ മോള് ഞങ്ങളോടൊന്ന് അടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ചേട്ടനും ചേച്ചിയൊക്കെ എപ്പോൾ വീട്ടിൽ വന്നാലും ഓരോ ആവശ്യമായിട്ട് ഞങ്ങൾ തിരക്കായിരിക്കും. മിക്ക ഫംഗ്ഷനും ചേച്ചിയുടെ അടുത്തോട്ട് പോകാറാണ് ഞങ്ങൾ പതിവ്. ഇന്ന് ചേച്ചിയൊക്കെ ട്രിവാൻഡ്രത്തിന് തന്നെ തിരിച്ചു പോവാണ്. നീ ചേച്ചിയും കുഞ്ഞൊക്കെ വീട്ടിലോട്ട് വരുന്നത് കേൾക്കുമ്പോഴേ ഒരു സന്തോഷമാണ്. തിരിച്ചു പോകാറാകുമ്പോൾ അതിലേറെ വിഷമവുമേ. കുഞ്ഞൊക്കെ തിരിച്ചു പോയപ്പോഴത്തേന് അകപ്പാടെ എല്ലാവരും അങ്ങ് മൗനമായി പോയേ. അവരെ യാത്രയാക്കി തിരിച്ചു വന്നപ്പോഴേ അപ്പച്ചൻ നട്ടൊരു നാരകത്തേൽ നിറച്ച് നാരങ്ങ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടിയേ വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള നാരങ്ങ അങ്ങ് പറിച്ചു കേട്ടോ. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങ പോലൊന്നും അല്ല കേട്ടോ. നല്ല നീരും അത്യാവശ്യം വലിപ്പം ഉള്ളതാണ്. നാരങ്ങയ്ക്ക് മാർക്കറ്റിൽ 120 രൂപ. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകാനിരുന്നതുകൊണ്ടേ ആൻറ്റി അപ്പാപ്പിയൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നേ. അവരെ കാണാമെന്ന് കരുതി ചെന്നപ്പോഴത്തേനെ അവിടെ നിൽക്കുന്ന ഒരു ചെടിയാണ് എൻ്റെ കണ്ണിൽ പെട്ടതേ. ആൻറ്റി പറയുന്നത് കഴിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേനെ പിന്നൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു. ഇതൊരു ഫ്രൂട്ടാണേ. ഫ്രൂട്ടിന് ലെമൺ വൈൻ അല്ലെങ്കിൽ പെരിസ്കിയ അക്യുലേറ്റ എന്നറിയപ്പെടുവേ. ബ്രസീലില് ഇതിന്റെ ഇലകൾ ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ സ്കിൻ വൂൺസ് ആൻഡ് ഇൻഫ്ലമേഷൻസ്. ആദ്യം കഴിച്ചപ്പോൾ പുളിയായിരുന്നെങ്കിലും പിന്നീട് അതൊരു വിഷയമേ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് മധുരത്തിനോടാ കേട്ടോ കൂടുതൽ താല്പര്യം, അവക്ക് പുളിയുള്ള ഐറ്റംസിനോട്. ആദ്യമായിട്ട് ഈ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നീട് അത് ചോദിച്ചു വാങ്ങുന്നുണ്ടായിരുന്നേ. എന്നാ ഇനി നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ, നാളെ കാണാമേ.